കഷ്ടപ്പെട്ടാലും വരവും ചെലവും കൂട്ടിമുട്ടിക്കാനാവുന്നില്ലേ? നിങ്ങൾ സാൻഡ്വിച്ച് ജനറേഷനിലാണോ? ഞെങ്ങി ഞെരുങ്ങി ജീവിക്കാതെ മികച്ച സാമ്പത്തിക ആസൂത്രണം നടത്തണ്ടേ? ആദ്യം ആരാണ് ഈ സാൻഡ്വിച്ച് ജനറേഷൻ എന്ന് നോക്കാം. ഒരു വശത്ത് കുട്ടികൾ, മറുവശത്ത് പ്രായമായ മാതാപിതാക്കൾ. ഈ രണ്ട് വിഭാഗത്തെയും കരുതേണ്ടി വരുന്ന 35 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് സാൻഡ്വിച്ച് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദത്തിൽപ്പെട്ട് പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നവർ. ഇവർ എങ്ങനെ സാമ്പത്തിക ആസൂത്രണം നടത്തണം? 1. കുടുംബത്തിലുള്ളവർ തമ്മിൽ തുറന്ന സാമ്പത്തിക ചർച്ചകൾ നടത്തുക. കുടുംബത്തിലെ വരുമാനം, ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അത്യാവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് ബജറ്റ് തയ്യാറാക്കാം. തുറന്ന ചർച്ചകൾ കുട്ടികൾക്കും സാമ്പത്തികമായ ധാരണ നൽകും. 2. വൈകാരികമായി സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത്. പ്രായമായ മാതാപിതാക്കളോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒക്കെ പറയുന്ന ആവശ്യങ്ങളോട് നോ പറയാൻ നമുക്കൊക്കെ മടിയായിരിക്കും. തുറന്ന ചർച്ചകൾ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യം നൽകും. ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ളവയ്ക്ക് പ്രാധാന്യം നൽകണം. അവധിക്കാല യാത്രകൾ, ഉത്സവകാല ചെലവുകൾ എന്നിവയും പ്ലാൻ ചെയ്യാം. 3. റിട്ടയർമെന്റ് പ്ലാനിംഗ്. 50 വയസ്സെത്തും വരെ കാത്തിരിക്കാതെ എത്രയും നേരത്തെ റിട്ടയർമെന്റ് പ്ലാനിംഗ് ആരംഭിക്കുക. 4. എല്ലാ നിക്ഷേപങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിലാകരുത്. പെട്ടെന്ന് വേണ്ട ആവശ്യങ്ങൾക്ക് ചെറിയ കാലത്തേക്കുള്ള സമ്പാദ്യവും വേണം. 5. അടിയന്തര ഫണ്ട് മസ്റ്റാണ്. 3 മുതൽ 6 മാസത്തെ വരുമാനം എമർജൻസി ഫണ്ടായി സൂക്ഷിച്ചാൽ പെട്ടെന്ന് ജോലി പോയാലോ ഒരു അപകടം പറ്റിയാലോ ഒക്കെ വരുന്ന ചെലവുകൾ നമുക്ക് മാനേജ് ചെയ്യാം. ഇതിൽ കുറവ് വരുന്നതനുസരിച്ച് വീണ്ടും തത്തുല്യ തുക കൂട്ടിവെക്കേണ്ടി വരും. സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തന്നെ.